നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഭക്തർക്ക് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അബുദാബി അബു മുറൈഖയിലുള്ള ഈ ക്ഷേത്രത്തിന് പ്രത്യേകതകളേറെയാണ്. ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് അറബി ദിസ് വീക്ക് ഇത്തവണ ആദ്യം കടക്കുന്നത്. അബുദാബി അബു മുറൈഖയിലെ ഈ മരുഭൂമിയുടെ നടുവിൽ 27 ഏക്കർ വിസ്തൃതിയിൽ ഒരു ഹിന്ദു ക്ഷേത്രം ഉയരുമ്പോൾ സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും മാനവിക ഐക്യത്തിൻ്റെയും അതുല്യ കാഴ്ചയ്ക്ക് കൂടി ലോകം സാക്ഷിയാവുകയാണ്. അബുദാബി സർക്കാർ സൗജന്യമായി നൽകിയ സ്ഥലത്ത് 2018 ഫെബ്രുവരിയിലാണ് ക്ഷേത്രത്തിന് ശിലയിട്ടത്. 2019 നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണം പൂർത്തിയായെങ്കിലും അവസാനഘട്ട മിനുക്കുപണികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. In 1997, when Pramukh Swami Maharaj came here in Sharjah, he had a divine wish to come up with a fine mandir here so that the values and ideals of an ideal human life, values of humanity, values of good living can be well propagated in the hearts and minds of millions of people all over the world. So that divine wish was, well, you see, became a practical today. And we are standing at that place. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ സവിശേഷതകളെല്ലാം കാണാനാകും വിധമാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ശില്പങ്ങളും ക്ഷേത്ര നിർമ്മാണത്തിലുള്ള കല്ലുകളുമെല്ലാം ഇന്ത്യയിൽ നിന്ന് നേരിട്ടെത്തിച്ചതാണെന്ന പ്രത്യേകതയുമുണ്ട്. 3000-ലധികം ശില്പികൾ പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിച്ച മനോഹര ശില്പങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കിപ്പുറം വിസ്മയമായി ഉയർന്നു നിൽക്കുകയാണ്. UAE-ലെ 7 എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 7 കൂറ്റൻ ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത്. ഈ 7 ഗോപുരങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ ആരാധനാമൂർത്തികളാണ് പ്രതിഷ്ഠകൾ. ഓരോ ഗോപുരത്തിന് ചുറ്റും ഈ ആരാധനാമൂർത്തികളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ മനോഹര ശില്പങ്ങളായി കൊത്തിവച്ചിട്ടുണ്ട്. അതോടൊപ്പം അറബ് നാടിനോടുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ശില്പങ്ങളും ലോകത്തെ വിവിധ സംസ്കാരങ്ങളുടെ സവിശേഷതകളും കൊത്തിവച്ചിട്ടുണ്ട്. Various specialities. The first big speciality is that the 7 shikhars, as we call it, the 7 spires, represent the 7 emirates of UAE, because, as I said, His Holiness, the leadership of UAE, has been very kind and generous to gift us this place, this land. So it represents that. It is a combination of cultures, along with the great stories sculpted from Indian epics. You have the stories from different cultures, the culture of this land, the culture of Africa, the culture of European countries. All has been well crafted. So we are trying to bring communities together. This is the speciality of this place, that brings together communities, that brings together ideologies, that brings together religious beliefs. And that is how we want to promote one thing by this temple, that the whole world is but one nest, and we may be birds of different colors and different types of feathers and different sizes, but we are all in one nest, and this is our dear Earth planet. So we want to make this world a better place for our future generations and for us as well, and that is why this mandir is for.
ഗംഗ യമുന നദികളെ പ്രതീകാത്മകമായി പ്രതിനിധാനം ചെയ്യുന്ന 2 ജലധാരകൾ, സരസ്വതി നദിയെ പ്രതിനിധാനം ചെയ്യുന്ന പ്രകാശകിരണം ഉൾപ്പെടെ ഭക്തരെ സ്വാഗതം ചെയ്യും. ക്ഷേത്രത്തിനകത്ത് മാർബിളിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പുരാതന ആരാധനാലയങ്ങളിൽ എന്ന പോലെ ഇരുമ്പോ സ്റ്റീലോ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. This is the pink stone. This is one of the hardest sandstones of India. It comes from the mines of Bansi Pahadpur in Rajasthan, the place, and many places surrounding it. And is all whatever you see, this is all hand carved. So it took artisans a lot of labor of love, Shraddha se seva. Yeah, the Sompuras, they are traditional designers of stone carved mandirs. So they have designed it. ജാതിമത അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ സന്ദർശക കേന്ദ്രവും പ്രാർത്ഥനാ ഹാളും സജ്ജമാക്കിയിട്ടുണ്ട്. 8000 മുതൽ 10000 പേർക്ക് വരെ ഒരേ സമയം ക്ഷേത്രപ്രവേശനം സാധ്യമാകും. ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠ 14-ന് രാവിലെ നടക്കും. വൈകിട്ടാണ് സമർപ്പണ ചടങ്ങ്. മഹന്ത് സ്വാമി മഹാരാജ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ഉദ്ഘാടന ദിനത്തിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഇന്ത്യയും UAEയും തമ്മിലുള്ള അഗാധമായ സൗഹൃദത്തിന്റെ കൂടി അടയാളമാകും ഈ ക്ഷേത്രമെന്ന് ഉറപ്പാണ്. The inauguration ceremony will be held on 14th of the month of February, the year 2024, where the spiritual head of BAPS, our Guru, Param Pujya Mahant Swami Maharaj, the Honorable Prime Minister of India, Shri Narendra Bhai Modi, and the Honorable leadership of UAE, they will come together to dedicate this mandir to the society, to the country, and to humanity and world at large. Today, through your media, we want to express our gratitude to the people of UAE as well for their kind support in many ways. After the decision of the leadership of UAE, the people of UAE has also supported us in many ways, on many occasions. So through your respected media, we would like to thank the people of UAE as well. And the inauguration will be on 14th, and thereafter, from 1st of March, the mandir will be open for all the visitors, irrespective to caste, creed, color, religion, nationality. So we welcome all of you to come here and have darshan here at the mandir. ആരോഗ്യരംഗത്തെ പുത്തൻ കാഴ്ചകളുമായാണ് അറബ് ഹെൽത്തിൻ്റെ ഇത്തവണത്തെ സീസൺ സമാപിച്ചത്. ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടന്ന അറബ് ഹെൽത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി കടക്കുന്നത്. അറബ് ഹെൽത്തിൻ്റെ 49ാം സീസണാണ് ഇത്തവണ നടന്നത്. അറബ് ഹെൽത്തിൻ്റെ 49ാമത് പതിപ്പിനാണ്
ദുബായിൽ സമാപനമായത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ ആരോഗ്യരംഗത്തെ പുത്തൻ ചലനങ്ങൾ അടയാളപ്പെടുത്തിയാണ് ഇത്തവണത്തെ മേള വ്യത്യസ്തമായത്. ദുബായിൽ സന്ദർശകരായി എത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് 3 മാസം പ്രാക്ടീസ് ചെയ്യാനുള്ള ഹ്രസ്വകാല അനുമതി നൽകുന്നതുൾപ്പെടെയുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഇത്തവണത്തെ അറബ് ഹെൽത്തിൽ കൈക്കൊണ്ടു. ദുബായ് ഹെൽത്ത് അതോറിറ്റി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. അടിയന്തര ഘട്ടങ്ങളും അത്യാഹിതങ്ങളും ദുരന്തങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് പ്രാദേശിക ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമായിരിക്കാൻ വേണ്ടിയാണ് സംവിധാനം ലക്ഷ്യമിടുന്നത്. We are the spring manufacturing company. Basically, we are based in India, Mumbai place, and the special thing is we are the first Indian spring company who is having ISO 13485 certification. And you can see there are all applications we have, and with springs we have showing that someone can understand that this application required springs. And here are also the compression springs are there. Hopefully we have researched on this, and our director Mr. Utpal Shah has visited this year, and they have find out all the companies over there, and then we have decided that we will have a stall over here, and so that's why we do have all Indian companies over here, and we are definitely targeting to Indian companies. And after COVID, there are many companies who wants to divert the Chinese business in India. So basically our target is that. നിർമ്മിത ബുദ്ധി ആരോഗ്യ മേഖലയിൽ വരുത്തുന്ന വലിയ മാറ്റങ്ങൾ ചർച്ച ചെയ്ത മേളയാണ് കടന്നുപോയത്. രോഗനിർണയവും ചികിത്സയും സുഗമമാക്കാൻ AI-യുടെ ഇടപെടൽ ഇനി വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ്. ഇത്തരത്തിൽ ആരോഗ്യരംഗത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ വളരെ വലുതാണെന്നാണ് മേള വ്യക്തമാക്കുന്നത്. രോഗനിർണയത്തിന്റെയും ചികിത്സയുടെയും മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെ കൂടി ചർച്ച ചെയ്താണ് പുതിയ പതിപ്പ് ശ്രദ്ധേയമായത്. ഓരോരുത്തർക്കും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള AI ആപ്ലിക്കേഷനുകളാണ് എമിറേറ്റ്സ് ഹെൽത്ത് സർവീസസ് സ്റ്റാളിൽ പ്രധാനമായും നിരത്തിയിരുന്നത്. There's huge advances in AI this year in all over the world, but also in medical. So these new transformer models are really good at detecting and analyzing EEG and being able to assist in the diagnostics services. So we're providing a service where you can diagnose people of diagnostic support aided by AI. We're interpreting the EEG signals, looking for signs of epilepsy form discharges, and finding these signs and marking them up for the neurologists to see. ഓരോരുത്തരുടെയും ആരോഗ്യ വിവരങ്ങൾ നൽകിയാൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങളെപ്പോലും കൃത്യമായി കണ്ടെത്തുകയും സുരക്ഷിതമായ ജീവിതം സാധ്യമാക്കാനുള്ള നിർദ്ദേശം നൽകുകയും AI കൊണ്ട് സാധ്യമാക്കുമെന്ന് ഈ മേള ഉറപ്പിച്ചു പറയുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള AI നിയന്ത്രിത സംവിധാനം ഉൾപ്പെടെ വ്യത്യസ്തമായ പുതിയ സങ്കേതങ്ങളും മേളയിൽ കാണാനായി. AI ഉപയോഗപ്പെടുത്തി രോഗങ്ങളുടെ നിർണയം വളരെ വേഗത്തിൽ സാധ്യമാക്കുന്നതുൾപ്പെടെ നേരിട്ട് കണ്ടറിയാനുള്ള അവസരമാണ് അറബ് ഹെൽത്ത് നൽകിയത്. +180-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 3500-ഓളം പ്രദർശകരാണ് ഇത്തവണത്തെ മേളയിൽ പങ്കെടുക്കാൻ എത്തിയത്. ഇന്ത്യയിൽ നിന്നും നിരവധി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കമ്പനികളും ഉൾപ്പെടെ പ്രദർശനത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് മേളയെ നോക്കിക്കണ്ടതെന്ന് മേളയ്ക്കെത്തിയ ഹിമാചൽ പ്രദേശ് വ്യവസായ മന്ത്രി ഹർഷവർദ്ധൻ ചൗഹാൻ പറഞ്ഞു.
डेलीगेशन हिमाचल गवर्नमेंट का इसमें प्रिंसिपल सेक्रेटरी मिस्टर नज़ीम, डायरेक्टर इंडस्ट्री प्रजापति जी एंड हमारे एमएलए चंद्रशेखर जी है, वो अरब हेल्थ में आए हैं जो कि वर्ल्ड का वन ऑफ द बिगेस्ट मीट है और इसमें मेडिकल डिवाइसेस की जो कंपनियां हैं वर्ल्ड वाइड वो जो है आई हुई है। और हमने देखा है और बहुत सारे लोगों से सर्बिया के गवर्नमेंट है और न्यूजीलैंड है, उनसे भी हमने इंटरेक्शन किया और हमने उनको इनवाइट किया है कि हिमाचल प्रदेश में इंडिया में आए और हिमाचल प्रदेश में आके इन्वेस्ट करें, क्योंकि हिमाचल प्रदेश में 60% जो फार्मास्यूटिकल यूनिट्स हैं वो बेस्ड है और हम बहुत सारा हिमाचल से एक्सपोर्ट भी करते हैं, मेडिसिन और एक्सपोर्ट भी कर रहे हैं। तो हमने इनवाइट किया है हिमाचल प्रदेश में एक 1950 करोड़ का मेडिकल बल्क ड्रग पार्क बनने जा रहा है। റീജിയനിൽ തന്നെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ എക്സ്പോ അറബലത്തിൽ നിന്ന് തുടക്കമായിരിക്കുകയാണ്. ഞങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് ഹോസ്പിറ്റലായ ബുർജിൻ മെഡിക്കൽ സിറ്റി, മുഹമ്മദ് ബിൻ ജായദ് സിറ്റി അബുദാബിയിൽ ഈ ഫ്ലാഗ്ഷിപ്പ് ഹോസ്പിറ്റലിലെ ലേറ്റസ്റ്റ് ടെക്നോളജി, ഇന്നോവേഷൻസ്, കോംപ്ലക്സ് കെയർ, ഈ ക്ലിനിക്കൽ സർവീസ് ലൈൻസൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റീസിന് ഷോക്കേസ് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ പങ്കെടുക്കുന്ന ബാക്കിയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനീസ് ഉണ്ട്, അതേപോലെ തന്നെ പല ഓർഗനൈസേഷൻസ് ഉണ്ട്, അവരായിട്ടുള്ള കൊളാബറേഷൻസും അതൊക്കെയാണ് നമ്മളിവിടെ ഷോക്കേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഈ വർഷത്തെ ക്യാമ്പയിനായ ക്യാൻസർ കെയറും അതേപോലെ തന്നെ കോംപ്ലക്സ് കെയറും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ വർഷത്തെ ഒരു ക്യാമ്പയിൻ ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പ്രശസ്ത ഗായിക എലീസ എന്നത് ക്യാമ്പയിൻ ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റിംഗ് ഫോർ ലൈഫ് എന്നുള്ള ക്യാമ്പയിൻ ആ തീമിലാണ് ഈ വർഷത്തെ ക്യാൻസർ സർവീസസും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അവരെ കേപ്പബിലിറ്റീസും ഹോസ്പിറ്റലിൻ്റെ കേപ്പബിലിറ്റീസും അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രത്യേക ടെക്നിക്സൊക്കെ പ്രൊമോട്ട് ചെയ്യാനും കൂടിയാണ് ഈ ക്യാമ്പയിനിലൂടെ ഞങ്ങൾ ഇന്ന് ഇപ്രാവശ്യം ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം 4 ദിവസങ്ങളിലായി നടന്ന മേളയിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ, ചർച്ചകൾ, ചികിത്സാരംഗത്തും അനുബന്ധ മേഖലകളിലുമുള്ള വികാസങ്ങൾ വിലയിരുത്തുന്ന സെഷനുകൾ എന്നിവയെല്ലാം നടന്നു. ഇനി ഖത്തറിലേക്കാണ് യാത്ര. ഖത്തറിൽ ലുസൈൽ ബോളിവുഡിൽ ഏഷ്യൻ കപ്പിനോടനുബന്ധിച്ച് വിവിധ രാജ്യങ്ങളുടെ പവലിയൻ ഒരുക്കിയിട്ടുണ്ട്. ദിവസവും 100 കണക്കിന് ആളുകളാണ് ഈ പവലിയൻ സന്ദർശിക്കാനായി എത്തുന്നത്. ആ കാഴ്ചകളിലേക്ക്. സ്റ്റേഡിയത്തിൽ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം മുറുകുമ്പോൾ സന്ദർശകരുടെ കണ്ണിനും കാതിനും വിരുന്നൊരുക്കിയാണ് ലുസൈൽ ബോളിവുഡിലെ വിവിധ രാജ്യങ്ങളുടെ പവലിയനുകൾ ആരാധകരെ വരവേൽക്കുന്നത്. തണുപ്പുള്ള വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടൊപ്പം ഇവിടെയെത്തി ഓരോ രാജ്യത്തിന്റെയും സാംസ്കാരിക വൈവിധ്യങ്ങൾ അടുത്തറിയുന്നതിനൊപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും വിവിധ വിനോദങ്ങളിൽ ഏർപ്പെടാനും സൗകര്യമുണ്ട്. ഓരോ രാജ്യത്തിന്റെയും പവലിയനുകൾ തങ്ങളുടെ കലാ സാംസ്കാരിക വൈവിധ്യങ്ങൾ സന്ദർശകർക്ക് മുന്നിൽ തുറന്നു വയ്ക്കുക മാത്രമല്ല, സന്ദർശകരെ തങ്ങളുടെ രാജ്യത്തേക്ക് ആകർഷിക്കാനുള്ള അവസരമായും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പരമ്പരാഗത അറബ് സംഗീതവും നാടോടി ജീവിതത്തിന്റെ ഗോത്ര സ്മരണകൾ ഉണർത്തുന്ന അർദ്ധ നൃത്തരൂപവും തന്നെയാണ് അറബ് രാജ്യങ്ങളുടെ പവലിയനുകളിൽ പ്രധാനം. UAE, സൗദി അറേബ്യ, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ വിവിധ ഗൾഫ് രാജ്യങ്ങളുടെ സംഗീത നൃത്ത പാരമ്പര്യത്തിൽ സമാനതകൾ ഉണ്ടെങ്കിലും സൂക്ഷ്മമായി ആസ്വദിച്ചറിയുമ്പോൾ അവിടെയും വ്യത്യസ്തതകൾ ഏറെയാണ്. ചൈനയും കൊറിയയും വിയറ്റ്നാമും ജപ്പാനുമെല്ലാം വിവിധ വ്യത്യസ്ത കലാ സാംസ്കാരിക പ്രദർശനങ്ങളുമായി സന്ദർശകരെ വരവേൽക്കുന്നുണ്ട്. സംഗീതവും നൃത്തവും കോർത്തിണക്കിയുള്ള വർണ്ണശബളമായ ഈ കലാവിഷ്കാരങ്ങൾ ഏതൊരു സന്ദർശകനെയും ഏറെ നേരം പിടിച്ചു നിർത്തും. യുദ്ധം മുറിവേൽപ്പിച്ച ഫലസ്തീനിൽ നിന്നും ഖത്തറിന്റെ സ്നേഹപൂർണമായ കരുതലും സ്നേഹവും ഏറ്റുവാങ്ങി
ഏഷ്യൻ കപ്പിൽ പങ്കെടുക്കാനെത്തിയ ഫലസ്തീൻ പവലിയൻ മുറിവേറ്റ ഒരു ജനതയോട് ഐക്യപ്പെടാനുള്ള അവസരം കൂടിയായാണ് പലരും പ്രയോജനപ്പെടുത്തുന്നത്. കൈകൊണ്ട് തുന്നിയെടുത്ത ഷോളുകളും അറബ് കരകൗശലത്തിനെ മാറ്റി തെളിയിക്കുന്ന വസ്ത്രങ്ങളും കരവിരുതിൽ പാകപ്പെടുത്തിയ മറ്റു ഉൽപ്പന്നങ്ങളും ഇവർ സന്ദർശകർക്ക് പരിചയപ്പെടുത്തുന്നു. താജ്മഹലിന്റെ മാതൃകയിൽ തീർത്ത ഇന്ത്യൻ പവലിയനിൽ വിവിധ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക വൈവിധ്യം നിറയുമ്പോൾ ഖത്തറിലെ മുഴുവൻ ഇന്ത്യക്കാർക്കും ഈ കാഴ്ചകൾ അഭിമാനമാകുന്നുണ്ട്. വ്യത്യസ്ത സംസ്കാരങ്ങളും വിശ്വാസവും ജീവിത രീതികളുമുള്ള ഇന്ത്യയെ അടുത്തറിയാൻ വിദേശികളാണ് കൂടുതലായി എത്തുന്നതെന്ന് ഇന്ത്യൻ പവലിയന്റെ ചുമതല വഹിക്കുന്ന സുധാ മേനോൻ 24-നോട് പറഞ്ഞു. തീർച്ചയായിട്ടും വളരെ നല്ല റെസ്പോൺസാണ്. ഇപ്പം ഞങ്ങൾ ജാനുവരി 10 തുടങ്ങിയ പ്രോഗ്രാമാണ്. എല്ലാ ദിവസവും 2 സ്റ്റേറ്റ് വെച്ചിട്ടാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. ഇവിടെ ഈ പറയുന്ന ഇപ്പം നിങ്ങൾ കാണുന്ന ഈ പവലിയനിൽ നമ്മുടെ കൾച്ചറൽ ഐറ്റംസാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ആൻഡ് സ്റ്റേജിൽ നമുക്കിപ്പം അവരുടേതായ ആർട്ട് ഫോംസ് ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. സോ നല്ല ഒരു ആൾക്കാരുടെ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെയുള്ള ആൾക്കാരുടെ ഒരു എന്താ പറയുക, ഒരു എക്സ്പ്രഷൻ ആൻഡ് ഹാപ്പിനെസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി. കാരണം ഇവിടെ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ, അതായത് ബോൾ വേൾഡിൽ ഒരു 28 കൺട്രീസിനുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് കിട്ടിയ പവലിയനിൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്, അത് മാത്രമല്ല ഓരോ ദിവസം ഓരോ സ്റ്റേറ്റിൻ്റെ പെർഫോമൻസും ഓരോ സ്റ്റേറ്റിൻ്റെ കൾച്ചറൽ ഐറ്റംസും കാണുന്ന സമയത്തുള്ള ആൾക്കാർക്കുള്ള എക്സൈറ്റ്മെൻറ്റ്, ഇന്ത്യ ഇൻക്രെഡിബിൾ എന്ന് പറയുന്ന ആ ഒരു ആൾക്കാരുടെ ഒരു റെസ്പോൺസിന് നമുക്ക് തന്നെ ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. അതേസമയം ബോളിവുഡിന് മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന പ്രധാന വേദിയിൽ ഓരോ രാജ്യങ്ങൾക്കും അവരുടെ കലാവിഷ്കാരങ്ങൾ അവതരിപ്പിക്കാനും വിവിധ ദിവസങ്ങളിലായി അവസരം നൽകിയിട്ടുണ്ട്. ഈ വേദിക്ക് മുന്നിലും ദിവസവും 100 കണക്കിന് സന്ദർശകരാണ് ഒഴുകിയെത്തുന്നത്. ചുരുക്കത്തിൽ മുഴുവൻ പവലിയനുകളും കയറിയിറങ്ങി ബോളിവുഡിലെ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നവന്റെ സംതൃപ്തി ഓരോ സന്ദർശകന്റെയും മുഖത്ത് തെളിയും. അറബി ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബിയൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.